നമ്മുടെ ഓയിലിൻ്റെ പ്രിപ്പറേഷൻ നടക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ. ഞാൻ ഓയിലിൻ്റെ കാര്യം എല്ലാ വീഡിയോസിലും എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാറുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും വീണ്ടും ചോദിക്കുക ഇതെങ്ങനെ കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ തംബ്നെയിലായിട്ടും വീഡിയോയ്ക്കകത്ത് പറയുന്നതൊക്കെ ഉണ്ട്. എന്നാലും വീണ്ടും ഞാൻ പറയുവാണ് 9656987843 ഈ നമ്പറിൽ വാട്സപ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. DTDC കൊറിയറിലാണ് നമ്മൾ അയക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും എപ്പോഴും ഓയിലിൻ്റെ ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ ഓയിൽ ഓരോ പ്രാവശ്യവും തയ്യാറാക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ നല്ല ഇൻഗ്രീഡിയൻസ് ഞാൻ വീണ്ടും ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കരിമംഗല്യം മാറി, കറുത്തപാട് മാറി, മുഖത്ത് നല്ല ഗ്ലോ വന്നു, കളറ് വന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ശുഭയ്ക്ക്. കേട്ടോ പറഞ്ഞേ, ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഓയിൽ ഓരോരുത്തരോടും പറഞ്ഞ് അവരെല്ലാം വാങ്ങിക്കാനായിട്ട് എന്നെ വിളിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ ഫ്രണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. ഈ ഓയിൽ എങ്ങനെയാണ്, ആരാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ച് ഒരുപാട് ആയുർവേദ ഡോക്ടർമാരെന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. ശുഭ തന്നെയാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നത്, ആർക്കും ഒരു സംശയവും വേണ്ട. എന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഓരോ സ്ഥലത്ത് നിന്നും കൊയിലാണ്ടി എന്നാന്ന് പറഞ്ഞ ഒരു സാറ് കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. ആയുർവേദ ഡോക്ടർമാരാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇതാര് പറഞ്ഞു തന്നതാ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശുഭയുടെ മാത്രം സീക്രട്ടാണ്. ഡോക്ടർമാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ആർക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരില്ല കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ ഓയിൽ ഇതുപോലെ ഓരോരുത്തർ വിളിക്കുമ്പോഴും ഓരോരുത്തരുടെ കരിമംഗല്യം മാറി, കറുത്തപാട് മാറി, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഓയിൽ തേക്കുന്നുണ്ട് കേട്ടോ. അപ്പം കറുപ്പെന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട കളറല്ല എങ്കിലും കറുത്തിരിക്കുന്ന ശുഭയെ കുഞ്ഞിനെ തേക്കാമോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് അമ്മമാരെന്നെ വിളിക്കുന്നുണ്ട്. അമ്മയുടെ അമ്മമാരാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ന്യൂ ബോൺ ബേബീസ് ഒത്തിരി നാൾ മുന്നേ തന്നെ നമ്മുടെ ഓയിൽ ന്യൂ ബോൺ ബേബീസ് തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അരമണിക്കൂർ അവരെ തേച്ച് കിടത്തി ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല മാറ്റം വന്നു ഒരുപാട് അമ്മമാർ എനിക്ക് മെസ്സേജ് തരുന്നുണ്ട്. അപ്പോൾ ന്യൂ ബോൺ ബേബീസിനെ തേപ്പിക്കാനായിട്ട് സൂപ്പറാണ് നമ്മുടെ ഓയിൽ. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല കളർ വരുന്നുണ്ട്. പിന്നെ എനിക്കൊരു സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എല്ലാ വീഡിയോസിലും നിങ്ങളിങ്ങനെ എൻ്റെ വാട്സപ്പ് നിറച്ച് എനിക്കിങ്ങനെ മെസ്സേജുകൾ ദിവസവും വരുന്നത് കൊണ്ടാണ് ഓയിലിനെ പറ്റി ഞാൻ എന്നും എൻ്റെ വീഡിയോയിൽ ഓയിലിൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. എൻ്റെ നമ്പരും ഇതെങ്ങനെ കിട്ടുമെന്നും വാട്സപ്പ് നമ്പരും എല്ലാം ഞാൻ പറയാറുണ്ട്. പക്ഷേ വീണ്ടും അതിൻ്റെ താഴെ തന്നെ കമൻറ്റ് കാണും ചിലപ്പോൾ, ശുഭ എനിക്ക് ഓയിൽ വേണമെന്നുണ്ട്, ഇതെങ്ങനെ കിട്ടും? അതെന്തൊരു കഷ്ടമാണ്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണും കേട്ടോ. വീഡിയോയ്ക്കകത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും എപ്പോഴും എല്ലാവരും വലിച്ചു നീട്ടുക അതും ഇതൊക്കെ പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്. എന്നാലും ഞാൻ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഓയിലിൻ്റെ കാര്യങ്ങളാണേലും അതുപോലെ ഞാനൊരു വീഡിയോ ഇടുവാണ് എല്ലാം ഞാൻ നന്നായിട്ട് പറഞ്ഞു തരുന്നില്ലേ. പിന്നെയും അതിൻ്റെ അടിയിൽ വന്നിട്ട് നമ്മുടെ ഓയിലിന് ഞാനിതിൻ്റെ തുടക്കത്തിൽ ഞാൻ തന്നെ എൻ്റെ എണ്ണ പ്രിപ്പയർ ചെയ്യുന്ന ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ശുഭാസ് ബ്രൈറ്റനിങ് ഓയിൽ ശുഭ മാത്രം ഉണ്ടാക്കുന്ന. പിന്നെ തേങ്ങാവെന്ത വെളിച്ചെണ്ണ ഞങ്ങൾക്ക് ഒരാൾ പ്രിപ്പയർ ചെയ്ത് ഓട്ടോയിൽ ഇവിടെ കൊണ്ടിറക്കി തരും. അങ്ങനെയാണ് നമ്മൾ തേങ്ങാവെന്ത വെളിച്ചെണ്ണ ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങൾ ആദ്യമൊക്കെ കുറച്ചുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുമായിരുന്നു. ഇപ്പം നമുക്ക് വെന്ത വെളിച്ചെണ്ണയൊക്കെ വലിയ പാടാണ്. തന്നെയല്ല അത് ഭയങ്കര വിലയാണ് ഈ പ്രാവശ്യം. ഇപ്പം ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ഈ ഓയിലുണ്ടല്ലോ, ഒരുപാട് വില കൂടി തേങ്ങാവെന്ത വെളിച്ചെണ്ണയ്ക്ക്. പക്ഷേ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇനിയും ഒരു 50 രൂപയും കൂടെ കൂട്ടട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം, വില കുറയുമോയെന്ന് നമുക്ക് നോക്കാം. തേങ്ങാവെന്ത വെളിച്ചെണ്ണ കുറേ എണ്ണം കിട്ടിയ ഇന്നലെ ഒരു ആയുർവേദ ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു കേട്ടോ. ഒരു മോഹനൻ വൈദ്യരെന്ന് പറഞ്ഞ ഒരു ഡോക്ടർ. അത് ഇവിടെ കോട്ടയം അടുത്ത് തന്നെയാണ്, കോട്ടയമാണെന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. അപ്പോൾ ആ സാറ് പറഞ്ഞത്, ശുഭേ അറിയാൻ പാടില്ലാത്തവർക്ക് അറിയത്തില്ല, ഒരു തോടം തേങ്ങാവെന്ത വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ എത്ര തേങ്ങ വെന്തെടുക്കണമെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞു, സാറേ എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 50 രൂപ കൂട്ടും. പക്ഷേ
ഇപ്പോഴത്തെ വില ഭയങ്കര വിലയായിപ്പോയി കേട്ടോ. ഈ പ്രാവശ്യം തന്ന വില 20 കിലോയാണ് ഞാൻ ഇന്നലെ പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ഭയങ്കര വിലയൊക്കെയാണ് തേങ്ങാവെന്ത വെളിച്ചെണ്ണ കിട്ടിയെന്നും വെച്ച് നിങ്ങളാരും പേടിക്കേണ്ട, ഞാൻ വില കൂട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ്. പിന്നെ ചിലർ ചോദിക്കുക, പിന്നെ ശുഭേ ഇത് എത്ര നാൾ തേച്ചുകൊണ്ടിരിക്കണം, ഇപ്പം കിട്ടുന്ന ഗ്ലോ വീണ്ടും കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇതനുസരിച്ച്, അതിപ്പോൾ നമ്മുടെ ഒരു കെമിക്കൽ ഫെയർനെസ് ക്രീം തേച്ച് നമ്മൾ ഫെയർനെസ് ക്രീമുകളുണ്ടല്ലോ അതൊക്കെ തേച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ തേച്ചു കുറേ കഴിഞ്ഞു നമ്മൾ വെയിലത്തോട്ടിറങ്ങി വീണ്ടും മുഖം കറക്കും. അതുപോലെ ഒരിക്കലും എൻ്റെ ഓയിൽ തേച്ചിട്ട് നിർത്തിയാൽ കറക്കുകയില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, വാങ്ങിക്കുന്നവർ തന്നെ ബന്ധുക്കൾക്കെല്ലാവർക്കും നല്ല സ്നേഹമായിട്ടൊക്കെ ഇരിക്കുന്ന അയൽവക്കംകാർക്കും ഒക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു വലിയ സന്തോഷം. എന്നെ വിളിക്കുന്നവരെല്ലാം പറയുന്നത്, ശുഭയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, ശുഭ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും വീഡിയോ പോയി കാണുമെന്ന് പറയുമ്പോഴത്തേനും ഇങ്ങോട്ട് പറയുന്നതാണ് അവർ പറഞ്ഞു തന്നതാണ്, ഇവർ പറഞ്ഞു തന്നതാണെന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ എൻ്റെ ഓയിൽ കേട്ടോ. സത്യം ഒരുപാട് സന്തോഷം. നടു പൊട്ടി വയറിലോട്ട് ചൂടടിച്ച് യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് സഹിച്ച് ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ എന്താണ്. എൻ്റെ എല്ലാ ഓയിൽ വാങ്ങിക്കുന്ന എല്ലാവരും പറയുന്ന ആ വാക്കുകളുണ്ടല്ലോ, ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. സത്യം ഞാൻ മനസ്സ് നിറഞ്ഞ് ഞാൻ പറയുവാണ്, ഓയിൽ തേച്ചിട്ട് ശുഭ അങ്ങനായി ഇങ്ങനായി, കറുപ്പ് പോയി. ഒരുപാട് 10, 18, 19, 20 വയസ്സുള്ള കുട്ടികളുടെ കഴുത്ത് വണ്ണമുള്ള കുട്ടികൾ ഒരുപാട് പേര്, അമ്മമാർ ശുഭ ഒത്തിരി ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. എൻ്റെ കുട്ടികളുടെ കഴുത്തെ നല്ല ഫുള്ള് കറുപ്പായിരുന്നു. ഈ ഓയിൽ തേച്ച് ശുഭ പറഞ്ഞ പോലെ മസാജ് ചെയ്ത് കഴുത്തിലെ കറുപ്പ് മാറിയെന്നും പറഞ്ഞ് എനിക്ക് ഒരുപാട് പേര് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട്. ആദ്യമേയൊക്കെ കഴുത്ത് കാണാൻ ഇങ്ങനെ വല്ലാത്ത ആനയുടെ പുറത്തൊക്കെ ഈ വര വീണ് ഇങ്ങനെ ഡ്രൈനെസ് കൂടിയിരിക്കുന്ന ഒരു കറുപ്പുണ്ടല്ലോ, ആ ഒരു കറുപ്പ് എൻ്റെ ഓയിൽ തേച്ചിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അത്രയ്ക്ക് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സംശയമാണ് ഇതാരാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് പേര്, ആനി എന്ന് പറഞ്ഞൊരു ചേച്ചി, പേര് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ, എന്നെ വിളിച്ചിട്ട് മലപ്പുറം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ശുഭേ ഇതാരാ ശുഭയ്ക്ക് ഉണ്ടാക്കി തന്നിട്ട് ശുഭ ഇത് കുപ്പികളിലാക്കി വിൽക്കുന്നതാണോ, എന്തിനാ? ഞാൻ എത്ര പ്രാവശ്യം, പക്ഷേ എനിക്ക് ആദ്യമേ ചിരി വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് അടുത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ടൊക്കെ ഇരുന്ന് പറഞ്ഞു കേട്ടോ. വേറെ ഒന്നുമല്ല പറഞ്ഞു, ശുഭ നീ ഉണ്ടാക്കുന്ന എത്ര പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടടി, പിന്നെ ഇങ്ങനെ ചോദിക്കുന്ന എന്നാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് അവർ കേട്ടു. അപ്പോൾ അവർ പറയുന്നു വേറൊന്നും കൊണ്ടും അല്ല ചോദിച്ചേ, ശുഭയുടെ കൈപുണ്യം എന്നും പറഞ്ഞു പിന്നെ പറഞ്ഞു കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇളക്കുന്ന ആ ഒരു ഇത് നിങ്ങളെ കാണിച്ചു തന്നല്ലോ. രാത്രിയാണ്, നമ്മൾ രാത്രി സമയങ്ങളിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു 8:30 തുടങ്ങിയ ഒരു 2 മണിയാകുമ്പോഴാണ് ഞാൻ കിടക്കുന്നത്. ആ ഒരു പരുവത്തിൽ ഞാൻ എന്നെ കാണിക്കാത്തതാണ് കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ ഉരുളിയും എൻ്റെ ഇളക്കുന്നതും കണ്ടാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്, ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല. ഞാൻ തന്നെ ഉണ്ടാക്കി എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. എൻ്റെ പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് വെച്ചത്, എൻ്റെ ബോക്സിൽ ഇങ്ങനെ നമ്മൾ അഡ്രസ്സ് എഴുതി വിടാനുള്ള ബോക്സ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ശുഭയല്ല ഇത് തയ്യാറാക്കുന്നത്? കാരണം എല്ലാവരും വൈദ്യന്മാർ വരെ വിളിക്കുന്നുണ്ടല്ലേ. ഒരുപാട് ഡോക്ടർമാരുണ്ട് എനിക്ക് കേട്ടോ. നമ്മുടെ അലോപ്പതിയിലുള്ള ഡോക്ടർമാരുണ്ട്, ആയുർവേദത്തിലുള്ള ഡോക്ടർമാരുണ്ട്, നമ്മുടെ ഓയിൽ വാങ്ങിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഒത്തിരി എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പം ഞാൻ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ വിട്ടുപോകും കേട്ടോ. അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മിക്കവരുടെയും ഇത് ശുഭ എനിക്ക് ഓയിൽ വേണം, എങ്ങനെയാണ് കിട്ടുന്നത്? എൻ്റെ വാട്സപ്പ് വഴി മാത്രമാണ് എനിക്ക് ഓയിൽ നിങ്ങളുടെ കയ്യിലെത്താനായിട്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി വാട്സപ്പിൽ ബന്ധപ്പെടുക. എൻ്റെ വാട്സപ്പ് നമ്പർ 9656987843. ഇതെല്ലാവർക്കും കാണാപ്പാടമായിരിക്കും. പക്ഷേ ചിലർക്കിത് വീഡിയോ കാണാഞ്ഞിട്ടാണോ
എന്താണോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ നമ്പറിൽ വരിക, ഈ നമ്പറിൽ വാട്സപ്പിൽ വരിക, ഒരു ഹായ് വിട്ടാൽ മതി. ഞാൻ ഓയിലിൻ്റെ ഡീറ്റെയിൽസ് അപ്പം തന്നെ പറഞ്ഞു കഴിയും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുപാട് 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 പിന്നെ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട. ഓയില് മഹാരാഷ്ട്ര, ഗുജറാത്ത്, ചെന്നൈ അങ്ങോട്ടുള്ള ഒരുപാട് സ്ഥലത്തോട്ട് നമ്മുടെ ഓയിൽ പോകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലോട്ടും നമ്മുടെ ഓയിൽ പോകുന്നുണ്ട്. കന്യാകുമാരിയാണ് കൂടുതലും കേട്ടോ. കന്യാകുമാരി, തമിഴ്നാട്, ചെന്നൈ, ബാംഗ്ലൂർ, മഹാരാഷ്ട്ര, മുംബൈയിലോട്ടൊക്കെ നല്ല കൊറിയർ ചാർജ് ആകും കേട്ടോ. മുംബൈ അങ്ങനെ 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 എല്ലാ സ്ഥലങ്ങളിലോട്ടും നമ്മുടെ ഓയിൽ പോകുന്നുണ്ട്. ഇന്നലെ ഒരു ചേച്ചി വിളിച്ചിട്ട് പറയുക, ശുഭേ ഖത്തറിൽ ചെന്ന് ശുഭയുടെ 5 ഓയിൽ കേട്ടോ എന്ന് കേട്ടോ. പക്ഷെ നമ്മൾ ഇന്നിപ്പം തയ്യാറാക്കിയ ഓയിൽ 15 എണ്ണം ഒരാൾക്ക് അത്യാവശ്യം പറഞ്ഞുകൊണ്ടാണ്, എൻ്റെ തികയാതെ വന്നുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ ഒരു കാര്യം, എൻ്റെ ബർത്ത്ഡേ ആണ് ഞായറാഴ്ച. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. പിന്നെ നാളെ ഡേറ്റാണെന്ന്, നാളെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഞായറാഴ്ച ആഘോഷിക്കും, നാളും ആഘോഷിക്കും. അങ്ങനെയാണ് എല്ലാ വർഷവും. രാവിലെ അമ്പലത്തിലൊക്കെ പോകണം, പിന്നെ എൻ്റെ വീട്ടിൽ പോകണം, അച്ഛനെ കാണാൻ പോകണം. പിന്നെ അങ്ങനെയൊക്കെ ഓർത്തിരിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ നിർത്തട്ടെ, വിളക്ക് കത്തിക്കാറായി, ദേഹം ഒന്ന് കഴുകണം. ഇന്ന് രാവിലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒരു ഷോർട്സിനകത്ത് എൻ്റെ അടുത്തുള്ള വീട്ടിലെ ചേച്ചിയാണ്, ശ്രീദേവി ചേച്ചി. അപ്പോൾ ചേച്ചി ഞാനും കൂടെ അങ്ങോട്ട് പോയത്. ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞിട്ട് ഇവർ 3 പേരും അങ്ങോട്ട് വന്നു. അതുകൊണ്ട് ചേച്ചി ഞാൻ ഓട്ടോയെ കയറ്റിവിട്ടു. പിന്നെ ഞങ്ങൾ കുറേ കറക്കം ഉണ്ടായിരുന്നു ഇന്ന്, മോളുടെ ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് അങ്ങനെ പോകണമായിരുന്നു, ബാങ്കിലും അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ ഇനി ദേഹം കഴുകണം, വിളക്ക് കത്തിക്കണം, നാമം ജയിക്കണം. അപ്പോൾ ബൈ.